ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. കണ്ടല്ലോ, കാണാൻ തന്നെ ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ലൈക്ക് തന്നിട്ട് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലൊക്കെ എടുക്കാം. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ആദ്യം ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. അധികം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുട്ടയും പഞ്ചസാരയും ഒന്ന് ചേർന്ന് കിട്ടിയാൽ മതി. ഇതേപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് മറ്റു ചേരുവകൾ കൂടി ചേർക്കാം. അധികം ചേരുവകളൊന്നും ഇല്ല, വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. നല്ലവണ്ണം കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും തയ്യാറാക്കാം. ഞാൻ കുറച്ചും കൂടി നല്ലത് ഗോതമ്പിലാണ് ടേസ്റ്റ് ഉള്ളത്, അതിൻ്റെ പേരിലാണ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് പാലാണ്. തണുത്ത പാലാണ് ഞാൻ വെച്ചിട്ടെടുത്തിട്ടുള്ളത്, ചൂട് പാലല്ല. അതും കൂടി ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണമല്ലോ. ഇത്രയും ലൂസിൽ തന്നെ ഞാൻ പറഞ്ഞ അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചത് വെച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. കുറച്ച് മതി, ഒരു നുള്ളു മാത്രം മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ 2 സ്പൂൺ വരെ ചേർക്കാം. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി, ഇച്ചിരി മതി, ഏകദേശം 1 ടീസ്പൂൺ മാത്രം നീര് മതി കേട്ടോ. അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒരു ഫോർക്ക് വെച്ചിട്ട് കലക്കിയെടുക്കുക. നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബൗൾ എടുക്കുക. എന്നിട്ട് നേരത്തെ കലക്കിയിട്ടുള്ള ഗോതമ്പിൻ്റെ മാവുണ്ടല്ലോ, അതിൻ്റെ നേരെ പകുതി ഈ ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പകുതി മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പകുതിയിലോട്ട് ഒരല്പം ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് വെച്ചിട്ട് എടുത്താൽ മതി. അതൊന്നും ഇല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പൊടി എടുത്താലും മതി. കളറൊന്നും ഇല്ലെങ്കിൽ അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും. ഇപ്പം ഞാൻ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓറഞ്ച് കളർ ചേർത്തത്. അത് മിക്സാക്കിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. പാന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ മാത്രം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ എണ്ണയോ ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പോഴും നെയ്യിലാണ് ഇത് തയ്യാറാക്കുന്നത്, അതിൻ്റെ പേരിലാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്ന ശേഷം നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരു 40 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ പേര് വായിക്കുന്നതാണെന്ന്. അങ്ങനെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നഹാസ്, മുംതാസ്, അർഫാത്ത്, സമീൽ, സാത്തിമ, പിന്നെ ക്ലാര കിച്ചൻ എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോകാതെ വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ആ സൈഡും റെഡി ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനെ. അതേ പാനിലോട്ട് ഇപ്പോൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് ആദ്യം കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ബാറ്ററി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 40 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഈ മുട്ടയെ ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദോശ എന്തായി മൂടി തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ അതും ഒരു 20 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള ഇതേ ഗോതമ്പ് മാവ് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് കളറിട്ടുള്ള മാവുണ്ടല്ലോ, അതും ഇതേപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. 3 വീതം വെച്ചാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത്. സൈഡ് റെഡിയാകുമ്പോൾ തിരിച്ചിട്ട് ആ സൈഡ് റെഡിയാക്കിയതിന് ശേഷം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു കളറിടാത്ത ദോശ ഞാനിപ്പോൾ ഈ എഗ്ഗിൻ്റെ തല്ലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
അതിന് ശേഷം ഈ അറ്റത്ത് നമുക്ക് ഓറഞ്ച് കളറിലുള്ള ദോശ വെച്ച് കൊടുക്കണം. ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അതിന് കൂടെ തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ കളർ വീതം വെച്ച് കൊടുക്കുക. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഇനി നമുക്ക് കളർ ഇടാത്ത വെക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റിലല്ലേ റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചൂടോടെ ആകുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ അങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് കട്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടറ്റവും ഇതേപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വണ്ണത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയും ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായും നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ നല്ല മുട്ടയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് തരാനും, അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട്, ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാനും മറക്കരുത്. കണ്ടാൽ കാണാൻ നല്ലൊരു ക്യൂട്ടല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.